ഇന്ന് ബിഗ് ബോസിനകത്ത് ഓഡിഷൻ നടന്നു. വന്നത് സാക്ഷാൽ ജിത്തു ജോസഫും ആൻ്റണി പെരുമ്പാവൂരാണ്. ലാലേട്ട റെക്കമെൻഡ് ചെയ്തിട്ടാണെന്നാണ് പറയുന്നത്. അവർ ഏത് സിനിമയിലേക്കാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അവരുടെ ഒരു അടുത്ത സിനിമയിൽ എന്തായാലും ഇതിൽ 1-2 ആൾക്ക് അവസരം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു പെയറായിട്ട് ഒരു ടോപ്പിക് കൊടുത്ത് അവർ അഭിനയിച്ച് കാണിക്കുകയാണ് ചെയ്തത്. ശ്രീതും അർജുൻ ഒരു പെയർ, സിജോ നോറ ഒരു പെയർ, ജിൻഡോ ജാസ്മിൻ ഒരു പെയർ, അഭിഷേക് ഋഷി ഒരു പെയർ. ഞാനെല്ലാം ഇരുന്ന് കണ്ടു. എനിക്ക് തോന്നുന്നു കണ്ടസ്റ്റൻസ് ആദ്യം കണ്ടിരുന്നില്ല ആരാണ്, അവർ തിരിഞ്ഞിട്ടേ ഇരുന്നിരുന്നത്. അതുകൊണ്ട് റിലാക്സ് ചെയ്തിട്ടാണ് അവർ അഭിനയിച്ചത്. എല്ലാവരും നന്നായിരുന്നു. ശ്രീതു അർജുൻ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ശ്രീതു പിന്നെ അറിയാലോ, അർജുനും പല കാര്യങ്ങൾ കൊണ്ട് തെളിയിച്ചതാണ് അഭിനയിക്കാൻ അറിയുമെന്ന്. പിന്നെ വന്നത് സിജോ നോറ നന്നായി. അവർ നാച്ചുറലായിട്ട് ബിഗ് ബോസിനകത്ത് സംസാരിക്കുന്ന പോലെയൊക്കെ. അത് കഴിഞ്ഞ് അഭിനയമൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ നോറയുടെ ഒരു ചിരിയുണ്ട്, എൻ്റെ അമ്മോ, ഒരു പൊട്ടിച്ചിരി. ഒരു വട്ടമല്ല 2 വട്ടം അങ്ങോട്ട് ചിരിക്കുന്നുണ്ട് നോറ. ആ ചിരി കണ്ടിട്ട് ജിത്തു ജോസഫിനും ചിരി വരുന്നുണ്ട്, ആൻ്റണി പെരുമ്പാവൂർ. കാരണം ഇവരിത്രയും അങ്ങനെയല്ല, നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല രസമായിരുന്നു. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് അഭിഷേകാണ്. അഭിഷേക് ഋഷിയും പെയറായിട്ടാണെങ്കിൽ അവർ കാണിച്ചത് ഒരു സിനിമ കഥ പറയാൻ, പ്രൊഡ്യൂസറിൻ്റെ അടുത്തേക്ക് കഥ പറയാൻ വരുന്നതാണ്. അഭിഷേക് നന്നായി, ചിലപ്പോൾ ആൾക്ക് അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടാണോ എന്താണെന്നറിയില്ല. അഭിഷേക് നന്നായി ചെയ്തു. പക്ഷേ ഋഷിക്ക് അവിടെ പെർഫോം ചെയ്യാൻ അധികം ഉണ്ടായില്ല. ഋഷി സാധാരണ പോലെയാണ് കാണിച്ചത്. എല്ലാവരും നന്നായിരുന്നു. കുറച്ചും കൂടി എൻ്റെ പേഴ്സണലായിട്ട് അഭിഷേകിൻ്റെ കുറച്ച് ഇഷ്ടമായി. ജിൻഡോ നാച്ചുറലായിട്ട് അഭിനയിച്ചു. ജാസ്മിനും എല്ലാവരും, നോറയും സിജോ എല്ലാവരും നന്നായിരുന്നു. അങ്ങനെ ഒരാൾ മോശം എന്ന് പറയാനില്ല. എല്ലാവരും അവർക്ക് കിട്ടിയ അവർക്ക് കിട്ടിയ അവസരം ഉപയോഗിച്ചു എന്നുള്ളതാണ്. നന്നായി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് സിനിമയിലേക്കാന്നൊക്കെ അവർ പിന്നെ എല്ലാം കഴിഞ്ഞിട്ടാണ് അവസാനം ജിത്തു ജോസഫും ആൻ്റണി പെരുമ്പാവൂരും അവരുടെ മുഖം കാണിച്ച് പിന്നെയും വരുന്നത്. അപ്പോൾ ഒരു ഞെട്ടി, ഇവരാണ് ഇവിടെ ഇരുന്ന് ഞങ്ങളുടെ അഭിനയം കണ്ടത് എന്ന് പറഞ്ഞിട്ട് അവർ ഞെട്ടുന്നുണ്ട്. പിന്നെ നോറയോട് ചിരി നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരോടും സൗഹൃദ സംഭാഷണത്തിന് ശേഷം അവർ തിരിച്ചുപോയി.